ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യാമെന്ന്. കളക്ഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് എൻ്റെ അടുത്ത് കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉള്ളത് ലിപ്സ്റ്റിക്കാണ്. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മൾ ഗേൾസിന് വേറെ ഒന്നും വേണ്ട, കണ്ണെഴുതണ്ട, പൊട്ട് തൊടണ്ട. പക്ഷേ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട ഒരു പ്രത്യേകതരം ഒരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെയാണ്, എന്തോ അതങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ലിപ്സ്റ്റിക്ക് നമ്മളുടെ അടുത്ത് ഉള്ള ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണല്ലേ. അപ്പം എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒന്നുമില്ല, പക്ഷേ അണ്ടർ 500 എൻ്റെ അടുത്ത് കുറച്ച് നല്ല ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ചെയ്യാം, വൈ നോട്ട്. അപ്പം എൻ്റെ അടുത്തുള്ള കുറച്ചൊരു 5-6 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം. അതും ആ ഷെയ്ഡ്സ് ഞാൻ ഇടുമ്പോൾ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് ഷെയ്ഡ് എന്ന് എന്നോട് ചോദിക്കാറുള്ള കുറച്ച് ഷെയ്ഡ്സാണ്. ഏതൊക്കെ ലിപ്സ്റ്റിക് ഷെയ്ഡാണെന്ന് കാണാം. ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഷെയ്ഡാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഞാൻ ഇട്ടും കാണിക്കാം, അതേപോലെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഞാൻ പറയാം. പിന്നെ ഈ എല്ലാ ഷെയ്ഡ്സും വരുന്നത് ഒന്ന് പിങ്ക് ആയിരിക്കും, ന്യൂഡ് കളേഴ്സ് ഉണ്ടാവും, ബ്രൗൺ ഉണ്ടാവും, റെഡ് ഉണ്ടാവും. ഈ 3 കളേഴ്സ് ആണല്ലോ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെയും സ്യൂട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആൻഡ് ദീസ് ഓൾ ആർ ബിലോ 500 rupees ആണ്. ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്, ആൻഡ് ഇത് ലാക്മി ന്യൂ ഡ്രീം ആണ്, ഷെയ്ഡ് 08. ആൻഡ് ഇത് എൻ്റെ ഒരു 3ാമത്തെ ലിപ്സ്റ്റിക്കാണ് ഇതേ ഷെയ്ഡിൻ്റെ. കാരണം ഇതൊരു ന്യൂഡ് കളറാണ്, ഇത് വെച്ചാൽ ഒരു പിങ്കിഷ് ന്യൂഡാണ്. ഇത് പറയുന്നത് 300 ആണ്. 300 നമുക്ക് 320 ആ റേഞ്ചിലൊക്കെ നമുക്ക് സാധനം കിട്ടും. ഓഫറിലൊക്കെ 280 ആ റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേർന്ന് പോകും. ആൻഡ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് കാണാം. ഞാൻ ഇട്ട ആ ലിപ്സ്റ്റിക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ഷെയ്ഡ്, ലാക്മി ന്യൂ ഡ്രീം 08. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചേരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഡെയിലി ഓഫീസിലോട്ടും കോളേജിലോട്ടും ഒക്കെ ഇട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, കിസ് പ്രൂഫ് അല്ല, അത് ഒരു പ്രൂഫും അല്ല. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ലിപ്സിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഞാൻ തന്നെ ഇത് കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, നമുക്കിനി ഒരു ബ്രൗൺ ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് ഈസ് ദിസ്. ഇത് മാർസ് കോറസ് ഗേൾ ആ ഒരു ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈ ഒരു ന്യൂ ഡ്രീം ഷെയ്ഡിനെക്കാട്ടും കുറച്ചുകൂടി നമുക്ക് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ വന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്കൊരു ബ്രൗൺ ലിപ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്കിനൊക്കെ നന്നായിട്ട് പോകുന്നൊരു ഷെയ്ഡാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഷെയ്ഡ്. ഇതാണ് മാർസിൻ്റെ കോറസ് ഗേൾ. ഒരു റെഡ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ്. ഇതും എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺസിനും ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ച് പെയർ ചെയ്തിട്ടാണ് ഇപ്പിട്ടത്. ആൻഡ് ഇതും നമുക്ക് ഇപ്പോൾ ഓണം സീസണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷെയ്ഡാണ്. ആൻഡ് ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യുന്ന മറ്റൊരു ന്യൂഡാണ്, നമ്മൾ ഇട്ട പോലെ തോന്നിക്കാത്തൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതൊരു ന്യൂഡും ആണ്, അറ്റ് ദ സെയിം ടൈം ഇതൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിസ് ഈസ് എ ഷെയ്ഡ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് മാർസിൻ്റെ ഈ ഒരു കോറസ് ഗേൾ നമുക്കൊരു 250 കിട്ടും. ആൻഡ് സെയിൽ സമയത്ത് നമുക്കതും അതിൻ്റെ താഴെയും പ്രൈസ് കിട്ടും. ഇത് നല്ലൊരു വൈറലായിട്ടൊരു ഷെയ്ഡുമാണ്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. അപ്പം നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കണ്ടു, ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടു, ഇനി നമുക്കൊരു റെഡ് ഷെയ്ഡ് കാണാം. റെഡ് ഷെയ്ഡ് എന്ന് പറയുമ്പം ഞാൻ റീൽസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡ് എന്ന് പറയുമ്പം അതൊരു ബ്രൗൺ സൈഡിലോട്ട് വരുന്ന റെഡ് ഷെയ്ഡാണ്. ആൻഡ് ഇത് മെബിലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 02 സോഫ്റ്റ് വൈൻ. ആൻഡ് ഇതൊരു നല്ല അടിപൊളി റെഡ് ഷെയ്ഡാണ്. നമുക്കിത് ട്രൈ ചെയ്ത് കാണാം. ഇതും ഞാനൊരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് പെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ആൻഡ് ഇതാണ് ഷെയ്ഡ്. ആൻഡ് ഇതൊരു റെഡ് ലിപ്സ്റ്റിക് ആണ്. ബട്ട് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ബ്രൗൺ ഒരു അണ്ടർ ടോൺ ആണ് ഇതിന്. കാരണം ഇതും എല്ലാ ഇന്ത്യ സ്കിൻ ടോണും ചേർന്ന് പോകും. ഒരു ബ്രിക്ക് റെഡ് കളറാണ്. ഇത് നമുക്കൊരു 250 to 80 റുപ്പീസിന് നമുക്കിത് ഈ ഒരു ലിപ്സ്റ്റിക്കും കിട്ടും. ആൻഡ് ഇത് നമ്മുടെ ഫെസ്റ്റീവ് സീസൺ ഒരു സാരി ലുക്കിനൊക്കെ നമ്മുടെ ഓണത്തിന് ഇതൊരു നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നമുക്ക് മേക്കപ്പൊന്നും ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു മേക്കപ്പും ചെയ്യുന്നില്ല. കണ്ണ് ചെറുതായിട്ടൊന്ന് ഇതൊരു പൊട്ട് തൊട്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഇതിനും എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് സാധാരണ പക്ഷേ ഡെയിലി ഒന്നും ആരും റെഡ് ലിപ്സ്റ്റിക്ക് ഇടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുള്ള നേരത്തെ ന്യൂഡ്രിയും ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കാം എല്ലാവരും ചൂസ് ചെയ്യുക. പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ ഈ ബോൾഡായ ലിപ്സ്റ്റിക്ക് വേണം എന്ന് ആഗ്രഹമുള്ള ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ആൻഡ് ഇത് 250 റേഞ്ച് നമുക്ക് കിട്ടും. ഇത് പക്ഷേ കുറച്ച് നേരം നമുക്ക് നിൽക്കും കേട്ടോ. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് കുറച്ച് നമ്മൾ നിന്നിട്ടാണ് മെല്ലെയാണ് പോവുക. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ റെഡ് എത്തി. എനിക്ക് ഇപ്പം തന്നെ ഈ ലിപ്സ്റ്റിക് മായ്ച്ച് ചുണ്ടൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും ഒരു ന്യൂഡിലോട്ട് പോവാം. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ആൻഡ് ഇതൊരു ലവ് ആൻഡ് എർത്ത് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഐറിഷ് കോഫി. ഇത് അടിപൊളി ഷെയ്ഡാണ്. നമ്മളെ ന്യൂഡ്രീം പോലെയാണ്. പക്ഷേ ന്യൂഡ്രീമിന് കുറച്ചുകൂടെ നല്ലൊരു ഷെയ്ഡ്. ഇത് ഒരു ഫെസ്റ്റീവ് ഷെയ്ഡായി നമുക്ക് യൂസ് ചെയ്യാം. ന്യൂഡ്രീം നമുക്കൊരു ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ്. ഇതാണ് കുറച്ചുകൂടെ പ്രൈസിയാണ്. ഒരു 450 ഒക്കെയാണ് റേഞ്ച്. നമുക്ക് ഓഫറിന് നമുക്കൊരു 399 ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ആൻഡ് ഇതും ഒരു പെർഫെക്റ്റ് പിങ്കാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ട്രെൻഡിങ് വന്നതാണ്. ഞാൻ ഈ ട്രെൻഡിൽ വയ്യ പോവുക അങ്ങനെയല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ ട്രെൻഡിങ്ങിൽ വരുന്ന വേർത്താണ്. കാരണം നല്ല ഷെയ്ഡ്സാണ്. ഈ ഒരു ഐറിഷ് കോഫി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ഭംഗിയാണ് ഇതിട്ട് കാണാൻ. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോണിലൊക്കെ ഈ ഒരു കളർ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇതും ഇട്ട് പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഇതേതാ ഷെയ്ഡെന്ന്. ആൻഡ് ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തൊരു ബർഗണ്ടി ഷെയ്ഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ബർഗണ്ടി ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു വൈറലായിട്ട് ഷെയ്ഡാണ്. ആൻഡ് ഇത് നല്ല ഭംഗിയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന്. അതേപോലെ തന്നെ ഫെസ്റ്റീവ് സീസണിലൊക്കെ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കുറേ നേരം നമ്മൾ നിൽക്കും കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു 400 റേഞ്ചിൽ വരുന്നുണ്ട്. ഓഫർ 350 കിട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും ഇത് ഇട്ടാൽ നമുക്ക് രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ കിട്ടും. ഇപ്പം കാണിച്ച വെച്ചാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നമുക്കൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ചൊന്നെടുത്ത് ഇട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ബ്രൈറ്റ് ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. ബർഗണ്ടി ബ്ലഷ് എന്ന് പറഞ്ഞ ബർഗണ്ടി ഷെയ്ഡാണ്. ആൻഡ് ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഇതിപ്പോൾ കുറച്ചിട്ട് ഞങ്ങൾ ഒരു പിങ്കിഷ് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. ബട്ട് നമുക്കിത് ഇടുന്നതനുസരിച്ച് ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് ഡാർക്കായിട്ട് കൊണ്ടുവരാം. ആൻഡ് ഈ ഒരു ഷെയ്ഡും അതേപോലെ ഞാൻ പറഞ്ഞില്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ബർഗണ്ടി ബ്ലഷ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബർഗണ്ടി ഷെയ്ഡാണ്. ആൻഡ് ഇത് നമ്മുടെ ഈ ഓണം ടൈമിലൊക്കെ നല്ല ബെസ്റ്റ് കളർ ഓപ്ഷനാണ്. നമുക്ക് ഇടാൻ പറ്റിയൊരു ഓപ്ഷനാണ് ലിപ്സ്റ്റിക്. ആൻഡ് ഇന്ന് ഉണങ്ങി കഴിയുമ്പം നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും. നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കാണാം, അല്ല എൻ്റെ ചുണ്ട് പൊട്ടിപ്പോവും. ലാസ്റ്റ് ഇപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ദിസ് ഈസ് ഫ്രം ഇൻസൈറ്റ്. ബിലോ 150 റേഞ്ച് നമുക്ക് കിട്ടുന്ന ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇത് ഇൻസൈറ്റ് 03 ഡിവൈൻ വൈൻ എന്നുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് ഇത് ഇട്ടവിടെ കിടക്കും. പക്ഷേ ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ലിപ്സ് ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഇത് നേരിട്ട് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്. നല്ലൊരു ജെറ്റ് റെഡ് കളർ. മറ്റേ ചോരൊക്കെ ഒഴിച്ച പോലത്തെ കളർ. ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. നല്ല ബോൾഡായുള്ള റെഡ് കളർ. ഇപ്പം ഒരു മേക്കപ്പ് ഇടാണ്ടാണ് ഞാനിത് മേക്കപ്പ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഷെയ്ഡ് കാണാൻ. അപ്പോൾ എൻ്റെ ബാക്കിലെ പില്ലോയ്ക്കും ഈ ഒരു ലിപ്സ്റ്റിക്കിനും സെയിം കളറാണെന്ന് തോന്നുന്നു.
ആൻഡ് കണ്ടിട്ട് എനിക്കെന്നെ പേടി വന്നു. ഇതും കുറച്ച് കൂടുതലായിട്ടത് കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് വന്നത്. ഇത് കുറച്ചെടുത്തിട്ടിട്ട് നല്ലൊരു ബ്രൗൺ ലിപ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ലൊരു ഷെയ്ഡ് കിട്ടും. ആൻഡ് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ രാവിലെ ഇട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയായാലും സാധനം പോവില്ല. ആൻഡ് ഇത് മായ്ക്കാൻ നല്ല ഒരു മേക്കപ്പ് റിമൂവർ മതിയാകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നല്ലൊരു വെളിച്ചെണ്ണ തന്നെ എടുത്ത് തേച്ച് കളയേണ്ടി വരും. പിന്നെ ഈ ഷെയ്ഡ് ഇട്ട് കണ്ടാൽ തന്നെ അറിയാം, ഇത് മാത്രം ഇട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. ഇത്രയും ബോൾഡ് ഇടാൻ ഇഷ്ടമുള്ള ആൾ ഞാൻ വിചാരിക്കുന്നു ഇതന്നെ മതി. ഇനി വെച്ച് മായ്ച്ചാൽ എൻ്റെ ചുണ്ടുണ്ടാവില്ല. ഈ ഒരു ഷെയ്ഡ് വെച്ച് നമുക്കിത് നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇത്രയാണ് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. കുറേ അബദ്ധങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ നന്നായിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് ഗുഡ് ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ചെയ്യാം, അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇത്. ഈ ഷെയ്ഡ്സ് എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡ്സ് ആണെന്നാണ്. ഭയങ്കര അഫോർഡബിൾ അല്ലേ, 500 ബിലോ നല്ല ലിപ്സ്റ്റിക് കുറച്ച് കിട്ടുക ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.